മസ്ജിദുൻ നബവിയിൽ മയ്യിത്ത് നിസ്കരിപ്പിച്ചിട്ട് ജന്നത്തുൽ ബഖീഇലേക്ക് കൊണ്ടുപോകുന്ന മയ്യിത്താണ് കാണുന്നത്. ഭാഗ്യവാൻ, അല്ലാഹു ആഖിറം വെളിച്ചമാക്കുമാറാവട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മനിസ്തത്വാഅ മിൻകും അൻ യമൂത ഫിൽ മദീനത്തി ഫൽയമുത്. നിങ്ങൾക്കാർക്കെങ്കിലും മദീനയിൽ മരിക്കാൻ പറ്റുമെങ്കിൽ മദീനയിൽ മരിക്കണം. ഫഇന്നി അശ്ഫഉ ലിസാഹിബിഹ. മദീനയിൽ മരിക്കുന്നവർക്ക് ഞാൻ ഷഫാഅത്ത് ചെയ്യുമെന്ന് നബിയുന വസയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മദീനയിൽ മരിക്കുവാൻ അവസരം കിട്ടുന്നത് ജീവിതത്തിലെ വലിയ ഭാഗ്യമാണ്. അത് എല്ലാവർക്കും കിട്ടൂല. കാലങ്ങളോളം ദുആ ചെയ്തിരുന്ന ഒരുപാട് മഹത്തുക്കൾക്ക് മദീനയിൽ മരിക്കാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ട വ്യസന സമേതമായ ചരിത്രങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. എങ്കിൽ നമ്മുടെയൊക്കെ നാടുകളിലും നമ്മുടെയൊക്കെ പരിചയത്തിലും അതേപോലെ നമ്മുടെ അൽഫ ഹജ്ജ് ഉംറ ഗ്രൂപ്പിൽ വന്നവരിലും സാധാരണക്കാരായി കണ്ട പലരെയും പല അവസരങ്ങളിൽ മദീനയിൽ വന്ന് മരണപ്പെട്ടു. അതും വെള്ളിയാഴ്ച രാവിലെ മരണപ്പെട്ടു. ജുമുഅ ദിവസം മയ്യിത്ത് നിസ്കരിപ്പിച്ചു. എന്നിട്ട് ജന്നത്തുൽ ബഖീഇൽ ഖബറടക്കിയ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിസ്സാരക്കാരായി കാണുന്നവർ എല്ലാവരും നിസ്സാരക്കാരല്ല എന്ന് മനസ്സിലാക്കണം. കാരണം ഓരോരുത്തരുടെയും മനസ്സിൻ്റെ നന്മകൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് പടച്ചവൻ കബൂലാക്കിയാൽ മതി. അതിൻ്റെ പിന്നിൽ അള്ളാഹു നല്ല ആഖിബത്ത് നൽകും, അന്തിമ വിജയം നൽകും. അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ കാണുന്ന ഗ്രില്ല് ജന്നത്തുൽ ബഖീഇൻ്റെ പുറം ഗ്രില്ലാണ്. 10,000-ലേറെ സ്വഹാബത്തുകൾ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. നബി തങ്ങളുടെ ഭാര്യമാരിൽ 9 പേരുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്.